കേൾക്കുന്നതല്ല കഥകൾ. നമ്മൾ കേൾക്കുന്നതും ഇവിടെ ആശ്വാസത്തിന് വേണ്ടി ഇസ്രായേലിന്റെ പക്ഷം ചേർന്നുകൊണ്ട് ഇറാൻ ദേ തീർത്തേ എന്ന് പറയുന്നതല്ല യഥാർത്ഥ കഥകൾ. ഇറാനിലെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇറാനിലെ ജനങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷെ അതുപോലെയല്ല ഇസ്രായേലിലെ കഥകളെന്ന് പറയുന്നത്. ഇസ്രായേൽ ഏകദേശം തീരാനാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു. മിസൈൽ പെരുമഴയാണ്. പെരുമഴ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മിസൈൽ പെരുമഴയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മാത്രമല്ല, ലോക രാജ്യങ്ങളെല്ലാം അത്ഭുതപ്പെടുകയാണ്. നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ പ്രതിരോധിക്കണം, കാരണം ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അറബ് ലോകത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കണമെന്ന് ഇറാൻ പറഞ്ഞപ്പോൾ അതൊരു പക്ഷെ പേടി കൊണ്ടാണ്, അല്ലെങ്കിൽ ഇറാന്റെ നിലനിൽപ്പ് അപകടത്തിലാവും എന്ന് ഭയന്നിട്ടാണ് എന്നാണ് ലോകരാജ്യങ്ങളും ഒരുപക്ഷെ ഇസ്രായേലും കരുതിയത്. അതൊരു ഭീരുത്വത്തിന്റെ വാക്കല്ല എന്നും ആയുധം കയ്യിലുള്ളവനും അത് ഉപയോഗിക്കാൻ അറിയുന്നവനും ശക്തിയുള്ളവനുമായവൻ പെതിയെ മിണ്ടാതെ സൗമ്യനായി ഇരിക്കണമെന്നുള്ള ആ തത്വമാണ് ഇറാൻ പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇറാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ഇസ്രായേലിനും മനസ്സിലാകുന്നത് വൈകിയാണ്. ഈ യുദ്ധം തുടങ്ങിയ ശേഷം 3 ദിവസമേ ആയുള്ളൂ യുദ്ധമെന്ന് ഇറാൻ പറഞ്ഞിട്ട്, പക്ഷെ 9 ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം രാജ്യത്ത് ഇറാനിൽ പല ഭാഗത്തായി ഒളിച്ചു വെച്ചിരുന്ന മിസൈലുകളും മറ്റ് ആധുനിക ആയുധങ്ങളും, അതിന്റെ പലതിന്റെ പേര് എന്താണ് എന്ന് മറ്റു രാജ്യങ്ങൾക്ക് അറിയില്ല. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എങ്ങോട്ടാണ് പോണത്, എന്തു വെച്ചാണ്, അതൊന്നും അറിയില്ല. അതിനെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അറിയില്ല. മിക്ക ലോകരാജ്യങ്ങളും പലയിടത്തും വാങ്ങുന്നു. ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നു, അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും ഒക്കെ വാങ്ങുന്നു, ചൈനയിൽ നിന്ന് വാങ്ങുന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങി കൊടുത്തുമാണ് സത്യത്തിൽ ആയുധങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ധാരാളം ആയുധങ്ങൾ, കൃത്യമായി ലക്ഷ്യത്തിൽ ചെന്ന് കൊള്ളുന്ന, ലക്ഷ്യത്തെ തകർക്കുന്ന ആയുധങ്ങൾ, അതാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടെല്ലവീവിലെയും ഹൈഫയിലെയും ജെറുസലേമിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ ഇറാൻ ആക്രമിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഇറാൻ എത്ര ദൂരെ ഇരുന്നു കൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യത്തെ ആക്രമിക്കുന്നത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിലെ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് എന്താണ് യുദ്ധം, എന്താണ് യുദ്ധഭീതി എന്ന്. നേരത്തെ ഗാസയിലും യമനിലുമൊക്കെ ഇസ്രായേൽ കയറി അടിച്ചിരുന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഭീതി എന്താണെന്ന് ഇസ്രായേലിയർക്ക് അറിയില്ല. ഇസ്രായേൽ വസിച്ചിരുന്ന, അതൊരു മതവിഭാഗമൊന്നുമല്ല കേട്ടോ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്കെല്ലാം മറ്റു രാജ്യങ്ങളുടെ മേൽ അടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ മക്കളെ കൊല്ലുന്ന സമയത്ത്, അവരെ ചുട്ടുകരിച്ച് അവരുടെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് തകർക്കുന്ന സമയത്ത് എന്താണ് യുദ്ധഭീതി, എന്താണ് വേദന എന്ന് അറിയില്ലായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇപ്പോഴാണ്, അതായത് യുദ്ധഭയം എന്താണ് എന്ന് ഇപ്പോഴാണ് ഇസ്രായേലിലെ ജനങ്ങൾ അറിയുന്നത്. ഗസ ചുട്ടരിച്ചപ്പോൾ അവിടെ എരിഞ്ഞൊടുങ്ങിയ ജീവനുകളുടെ ആ ഒരു വിലാപം, അതിൻ്റെ വേദന, അതിന്ന് ഇസ്രായേലിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്രായേലിന്റെ ആശ്വാസം ആൻഡോമുകൾ, ആരോ, താട്, ഇങ്ങനെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ, ഒരു മൊട്ട് സൂചി തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് നിലത്ത് വീഴുന്നതിന് മുമ്പ് അതിനെ ഭസ്മമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് അഹങ്കരിച്ചുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? അത്തരം പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പ്രവർത്തനം നിലച്ചു. ഇറാനിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലുകൾ അത് കൃത്യമായി ഈ ആൻഡോമുകളെയും മറ്റ് സംവിധാനങ്ങളെയും സന്നാഹങ്ങളെയും എല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് നിന്ന് പതിക്കുകയാണ്. സത്യത്തിൽ ഇസ്രായേൽ വിചാരിച്ചിരുന്നത് ഇറാനിൽ കുറെ 1,200 ഫൈറ്റർ ജെറ്റുകൾ പോയി എന്നാണ് പറയുന്നത്. അത്രയും ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലേക്ക് കടന്നു കയറി ആകെ വർഷിച്ച് ബോംബൊക്കെ ഇട്ടാകെ എരപ്പാക്കിയിരുന്നു അവിടെ. അത്രത്തോളം വലിയ നാശനഷ്ടം വരുത്തിയപ്പോൾ ഇറാൻ അതോടെ തീർന്നു, അതായത് എല്ലാം അവസാനിച്ചു എന്നാണ് ഒരുപക്ഷെ ഇസ്രായേൽ കരുതിയത്. പക്ഷേ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഇറാൻ തുടങ്ങി വെച്ചതാ, പിന്നെ ഇതുവരെ നിർത്തിയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് യുദ്ധം നിർത്താനും വയ്യ, നിർത്താൻ പറയാനും വയ്യ എന്നുള്ളൊരവസ്ഥയാണ്. മാത്രമല്ല വലിയൊരു പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ. അമേരിക്ക സഹായത്തിന് വരുമെന്നും ആയുധങ്ങൾ കൊണ്ടും അല്ലാതെയും തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ കരുതി. പക്ഷേ അമേരിക്ക പറയുന്നത് ഒരു 2 ആഴ്ച കഴിയട്ടെ എന്നാണ്, 2 ആഴ്ച തീരുമാനമെടുക്കാൻ. അതിന് കാരണമുണ്ട്. കാരണം ഇറാന്റെ ശക്തി എത്ര എന്ന് ആർക്കും അറിയില്ല. തൊട്ടടുത്ത രാജ്യങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. അത് ഇസ്രായേലിനും അറിയില്ല, അമേരിക്കയ്ക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും ഇറാന്റെ പവർ എന്താണ്, അവർക്ക് എത്രത്തോളം ആയുധങ്ങളുണ്ട്, എത്രത്തോളം കഴിവുണ്ട് എന്നൊക്കെ മനസ്സിലാകുന്നത്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഇറാനിൽ സംഭവിച്ചു. അവരുടെ സൈനിക ഉദ്യോഗസ്ഥന്മാർ, ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ അവരുടെ താവളങ്ങൾ, ന്യൂസ് ചാനലുകൾ, മറ്റെല്ലാം ഒരുപാട് പേർ മരണപ്പെട്ടു. കാരണം ഇസ്രായേൽ അവിടെ ബോംബിടുന്നത് അല്ലെങ്കിൽ അവിടെ മിസൈൽ അയക്കുന്നതൊക്കെ തലങ്ങും വിലങ്ങുമാണ്. യാതൊരു ലക്ഷ്യബോധമില്ലാതെയാണ് ഇവിടെ നിന്ന് തൊടുത്തുവിടുന്നത്. ചെല്ലുന്നിടത്ത് വീണിടത്ത് തീരട്ടെ എന്നൊരു നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് ആൾക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിടുന്നത് അങ്ങനെയല്ല.
അവർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് തൊടുത്തുവിടുന്നത്. അതിന്റെ പരിസരങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രി തകർന്നത് അങ്ങനെയാണ്. ആ ഒരു ആശുപത്രി തകർന്നപ്പോൾ യുദ്ധ നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇറാൻ അടിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗാസയിലേക്ക് ഒന്ന് നോക്കിയാൽ പോരെ. പകരത്തിന് പകരം പറഞ്ഞതല്ല. ഇസ്രായേലിൽ ഒരു ആശുപത്രി തകർന്നപ്പോഴാണ് ആശുപത്രി തകർന്നാലുള്ള വിഷമം എത്ര ബുദ്ധിമുട്ടുണ്ടാക്കും, എത്ര ഭയാനകമാണെന്ന് ഇസ്രായേലിന് മനസ്സിലായത്, ഇസ്രായേലിൻ ജനതയ്ക്ക് മനസ്സിലായത്. ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇറാനിലെ ആശുപത്രികൾ അല്ലെങ്കിൽ ഇറാനിലെ കെട്ടിടങ്ങൾ തകരുമ്പോൾ അല്ലെങ്കിൽ ഗാസയിലെ കെട്ടിടങ്ങൾ തകരുമ്പോൾ സന്തോഷിച്ച് ആർപ്പ് വിളിക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ. ഇസ്രായേലിൽ തകർന്നാലും ഇറാനിൽ തകർന്നാലും ഗസയിൽ തകർന്നാലും അത് തന്നെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ വീട് തകർന്നാലും വേദന ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കണം. മനുഷ്യരാണ്. യുദ്ധം എന്ന് പറയുന്ന ഒന്നിനും പരിഹാരമൊന്നുമല്ല. നമ്മൾ ഒരു ചേരിയിൽ നിൽക്കേണ്ട ആവശ്യവുമില്ല. സത്യത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്നുകൊണ്ട് ഒരു വിഭാഗം തകരട്ടെ തകരട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പക്ഷപാതപരമായി തന്നെ കാണുന്നത് കൊണ്ടാണ് ഇസ്രായേലിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ കാണാത്തത്. എന്താണ് ഇസ്രായേൽ സംഭവിക്കുന്നത്? വളഞ്ഞിട്ടടിക്കുകയാണ്. വളഞ്ഞിട്ടടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? എല്ലാ ഭാഗത്തു നിന്നും ഇറാൻ വളഞ്ഞിട്ടടിക്കുകയാണ്. അവരുടെ മിസൈൽ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിച്ചേരുന്നുണ്ട്. എന്താണോ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം വെക്കുന്ന എല്ലാ ഇസ്രായേലിയൻ സംരംഭങ്ങളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് 9 ദിവസമായി നമ്മൾ യുദ്ധം തുടങ്ങിയിട്ട് ഇതുവരെ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധ ശേഖരങ്ങളുടെ 5% പോലും നമ്മൾ തൊട്ടിട്ടില്ല എന്നാണ്. അതിനർത്ഥം എന്താണ്? ഇസ്രായേലിനെ മുഴുവൻ തരിപ്പണമാക്കിയാലും തീരാത്ത ആയുധങ്ങൾ അവിടെ ഉണ്ട് എന്നാണ്. കാര്യം ഇത്രയധികം ഒരു ആയുധ ശേഖരം ഉണ്ടെന്നോ, ഇത്ര പ്രഹരശേഷി ഉണ്ടെന്നോ, ഇത്രയധികം ശക്തി ഇറാൻ ഉണ്ടെന്നോ ഈ യുദ്ധം തുടങ്ങിയ ശേഷമാണ് മറ്റുള്ളവർ അറിഞ്ഞത്, പ്രത്യേകിച്ച് ഇസ്രായേൽ അറിഞ്ഞത്. ഇപ്പോൾ ഇന്ന് രാവിലെ നടന്നിട്ടുള്ള അക്രമം തന്നെ ബെൻഗൂറിയൻ എയർപോർട്ട്, ഇസ്രായേലിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു എയർപോർട്ടാണ് ബെൻഗൂറിയൻ എയർപോർട്ട്. ബെൻഗൂറിയൻ എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റി, പ്രവർത്തനം നിലച്ചു. ഒരു എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പോലുള്ള ഒരു ചെറിയ രാജ്യത്ത് ഒരു എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയം തന്നെയാണ്. ഇറാനെ നിസ്സാരമായി കണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ തുടച്ച് വൃത്തിയാക്കി കളയാമെന്ന് ഗാസയിൽ അടിക്കുന്ന ആ ലാഘവത്തോടെ ഇറാന്റെ മുകളിലേക്ക് മിസൈലുകൾ അയച്ച് ഇറാനെ തകർത്ത് കളഞ്ഞൊരു ഭാഗം. കാരണം ആ വിധത്തിൽ അവിടെ പരാക്രമണം നടത്തി അത്രത്തോളം നാശനഷ്ടങ്ങൾ ഇറാനിലുണ്ടായി. സ്വാഭാവികമായിട്ടും അത് പേടിച്ച് നിർത്തുമെന്ന് കരുതിയിരുന്ന ഇറാൻ പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ തുടങ്ങി. ആ തുടങ്ങൽ 9 ദിവസം പൂർത്തിയാകുമ്പോൾ ഇസ്രായേലിലെ ജനത നിലവിളിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു എന്തെന്നറിയാതെ കൈകാലിട്ടടിക്കുന്നു. സഹായത്തിന് വിളിച്ചിട്ടുള്ള അമേരിക്ക കൈമലർത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ എന്താണ് യുദ്ധക്കെടുതി, എന്താണ് യുദ്ധഭീതി എന്ന് ഈ അടുത്ത കാലത്തൊന്നും ഇസ്രായേൽ അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അവർ മറ്റുള്ളവരെ അടിച്ചു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിയും തന്നെ അറിഞ്ഞിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് ഹമാസ് നടത്തിയിട്ടുള്ള ഒരു തീവ്രവാദി ആക്രമണം, അതിൽ കുറെ ആൾക്കാർ കൊല്ലപ്പെട്ടു. കടന്നു കയറിയിട്ട് ഹമാസ് കാട്ടിയിട്ടുള്ള തീവ്രവാദ ആക്രമണം മാത്രമാണ് ഒരല്പമെങ്കിലും ഇസ്രായേലിനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറ്റ് സന്ദർഭങ്ങളിലെല്ലാം ഇസ്രായേൽ മറ്റുള്ളവരെ മേൽ കടന്നു കയറി, പ്രത്യേകിച്ച് ഫലസ്തീനിലോ അല്ലെങ്കിൽ ഗസയിലോ കടന്നു കയറി അവരുടെ മേൽ അല്ലെങ്കിൽ പലസ്തീനിയൻ ജനങ്ങളുടെ മേൽ കുതിര കയറി അവരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അവരുടെ വേദന കണ്ട് രസിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവിടെ ഇസ്രായേലിനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇസ്രായേലിൻ ജനതയുടെ വേദന, ആ വേദന അനുഭവിക്കുമ്പോൾ അവർ ഗസയുടെയും യമന്റെയും അതുപോലെ ഇറാന്റെയും ഒക്കെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമൊന്നുമല്ല. യുദ്ധം എപ്പോഴും വിപത്തുകൾ അല്ലെങ്കിൽ ആപത്തുകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ മാത്രമേ വരുത്തി വെച്ചിട്ടുള്ളൂ. ആരെങ്കിലും ജയിച്ചു എന്ന് കരുതി ഒരു ജയമായി അതിനെ കാണാനും പറ്റില്ല. ആ ഒരു അവസരത്തിൽ എന്തിനാണ് ഇങ്ങ് കേരളത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെ കുറെ ആൾക്കാർ താങ്ങുന്നു, അവിടെ ഇറാനെ വേറെ ആൾക്കാർ കുറെ താറടിക്കുന്നു, അല്ലെങ്കിൽ ഗസയെ കുറെ ആൾക്കാർ താറടിക്കുന്നു? എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ഇറാനായാലും ഗസയായാലും എവിടെയായാലും ഇസ്രായേലിൽ തന്നെ ആയി കഴിഞ്ഞാലും അവിടുത്തെ മനുഷ്യജന്മങ്ങൾ വേദനിക്കുമ്പോൾ ആ മനുഷ്യജന്മങ്ങളോടൊപ്പം കൂടെ നിൽക്കാനും യുദ്ധം എന്നത് ആര് ചെയ്താലും എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അതൊരു ആപത്താണ് എന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു മനുഷ്യ സമൂഹത്തെ ഇവിടെ കാണുന്നില്ല, ഒരു വിഭാഗത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇവിടെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേലിൽ ഒന്നും പറ്റുന്നില്ല, ഇറാൻ തകർന്ന് തരിപ്പണമാകുന്നു എന്നാണ്. എന്നാൽ വസ്തുത നേരെ തിരിച്ചാണ്. ഇറാനിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇസ്രായേലിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇസ്രായേൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് അതിജീവിക്കാൻ കഴിയാതെ, പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്ര ഭീകരമാണ്. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിടുന്ന ആയുധങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന പ്രഹരങ്ങളും അവിടുത്തെ ദുരിതങ്ങളും വെച്ച് കണക്കെടുക്കുമ്പോൾ അതിന്റെ 7 അയലത്ത് വരുന്നില്ല ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ. കുറെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുപരി. കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമാണ്. ഇറാൻ ആഞ്ഞെന്ന് തുമ്മിയാൽ തെറിക്കുന്ന ഒരു രാജ്യമാണ് ഇന്നത്തെ അവസ്ഥയിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ അവസ്ഥ ഇന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കാര്യത്തിൽ വല്ലാതെ ഇടപെടാതെ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇറാനാകട്ടെ യാതൊരു ചർച്ചയിലുമില്ല. ഇസ്രായേൽ തുടങ്ങി വെച്ചല്ലേ, അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം.
വേറെ യാതൊന്നും അവർ പറയുന്നില്ല. ആര് പറയുന്നു കേൾക്കുന്നുമില്ല, ആരോട് ചോദിക്കുന്നുമില്ല. ഇസ്രായേൽ ആകട്ടെ മറ്റുള്ളവരുടെ സഹായം തേടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതായത് പ്രത്യേകിച്ച് അമേരിക്കയുടെ സഹായം തേടുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? തങ്ങൾ വിചാരിച്ചെടുത്ത് നിൽക്കുന്നില്ല കാര്യങ്ങൾ എന്ന് തന്നെയാണ്. അത് പക്ഷേ ഇവിടെയുള്ള ചിലർക്ക് മാത്രമാണ് അത് മനസ്സിലാകാത്തത്. Different angles. Don't forget to subscribe and support this channel.